അഞ്ജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എൻ്റെ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട്. ഒരുപാട് ദിവസമായില്ലേ നമ്മുടെ കുക്കിംഗ് ഒക്കെ കണ്ടിട്ട്. കുക്കിംഗ് ഒക്കെ മറന്നു പോകത്തില്ലേ? ഒരിക്കലും മറക്കത്തില്ല അല്ലേ? കുക്കിംഗ് എന്ന് പറയുന്ന കാര്യമൊക്കെ പഠിച്ച കാര്യങ്ങളൊന്നും ഒട്ടും മറക്കത്തില്ല. കുക്കിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും സ്വിമ്മിങ് ആണെങ്കിലും ഒന്നും ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അപ്പം കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തോട്ടുമൊക്കെ നമ്മൾ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നെറ്റിയിലെ നര വലിയൊരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ നോക്കും, ഒയ്യോ എൻ്റെ നെറ്റിയിലെ നെറ്റി മുഴുവൻ നരച്ചിരിക്കുന്നല്ലോ, ഇതും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് വെളിയിലോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് കുറേ പേർക്കെങ്കിലും അങ്ങനത്തെ ചിന്താഗതി ഉണ്ടാകാറുണ്ടല്ലേ? എനിക്കും ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് ഒറ്റ സെക്കൻഡിനുള്ളിൽ നമുക്ക് ആ നെറ്റിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിന്ന് ഇഡ്ഡലിയാണ്. ഇന്നലെ ഞാൻ മാവൊക്കെ നല്ല അരച്ചൊക്കെ വെച്ചിട്ട് മാവൊക്കെ നല്ല പുളിച്ച് പൊങ്ങി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും ഇത്. നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. ഇഡ്ഡലിയും ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി അരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട്. ഇവിടെ ഇഡ്ഡലിയും കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചമ്മന്തി വേണമെങ്കിൽ അരയ്ക്കാം. ഒപ്പം എന്നോട് പറഞ്ഞു വേണ്ട ചമ്മന്തി ഒന്നും അരയ്ക്കണ്ട, നമുക്ക് കടലക്കറി മതിയെന്ന് പറഞ്ഞു. നമുക്ക് ഇഡ്ഡലി ഒന്ന് കോരി ഒഴിക്കാം. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ രാത്രി ഭയങ്കരമായിട്ട് പെയ്യുന്ന കേട്ടു. പക്ഷെ കുറേ നാൾ കൂടിയിട്ടാണ്. ഇന്നലെ നല്ല ചൂടുമല്ലായിരുന്നു. കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മഴയേ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ മഴയാണെന്ന് തോന്നുന്നു. ഒരു മഴ മൂടിയ അന്തരീക്ഷമാണ്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഓണത്തിന് ചിലപ്പോൾ മഴയായിരിക്കും. ഇത്രയും ദിവസം മഴയില്ലായിരുന്നു, നല്ല വെയിലല്ലായിരുന്നു. അറിയത്തില്ല എന്താണെന്ന്. സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഡ്ഡലി സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി കുറച്ച് കട്ടൻ ചായ ഇടട്ടെ. അപ്പോളേ ഞാൻ 2 മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുട്ട ശരിക്കും ഉണ്ടല്ലോ, എല്ലാവരും കുറേ നേരമായിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് പാകപ്പാടെ 10 മിനിറ്റ് മതി കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ തൊലി പെട്ടെന്ന് പൊളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിരിക്കുന്നത്. നമുക്ക് ആകെ 10 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സിമ്മിൽ വെക്കുക. ബാക്കി 5 മിനിറ്റ് സിമ്മിൽ വെച്ചാൽ മതി. ഫുള്ള് 10 മിനിറ്റ് മതി. മുട്ട നന്നായിട്ട് വെന്തൊക്കെ ഇരിക്കും കേട്ടോ. അല്ലാണ്ട് ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ തിളപ്പിക്കേണ്ടതൊന്നും യാതൊരു കാര്യവും ഇല്ല. ആകെ 10 മിനിറ്റ് മതി നമ്മുടെ മുട്ട ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടൻ ചായയും തിളച്ചു. ഇനി ഇത് കുടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ബാക്കി പരിപാടികൾക്കൊക്കെ ഒരു ഉന്മേഷം വരത്തുള്ളൂ. ഇത് കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും കയറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയില മുളകിനകത്ത് നമുക്ക് വെക്കാം. ഇന്നലെ വാങ്ങിച്ച അയിലയാണ് 2 അയില. 2 അയിലക്ക് 200 രൂപ. നല്ല അടിപൊളി അയില എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അയിലയായിരുന്നു. നല്ല മുട്ടൻ അയില കേട്ടോ, ചെറിയ അയിലയൊന്നുമല്ല. അപ്പോൾ 1 അയില ഞാൻ വറക്കാനായിട്ട് മുളകും പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 കഷ്ണം ഇന്നലെ വറുത്തു. ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മുളകും പുരട്ടി. അതപ്പം നമുക്ക് വറക്കണം, ഇത് കറി വെക്കണം. പിന്നെ ഒറ്റ പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പാവയ്ക്ക നമുക്കൊരു മെഴുക്കുവരട്ടിയും വെക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ. അപ്പം അതിന് മുന്നേ നമുക്ക് നമ്മുടെ മീൻകറി വെക്കാം. മീൻകറി വെക്കാനായിട്ടുണ്ടല്ലോ ഞാൻ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ അരിഞ്ഞിടുന്നതിലും ഒരുപാട് നല്ലത് നമ്മൾ ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇന്നാളും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് നമ്മുടെ ഈ ഇടിക്കല്ലിലിട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇതിങ്ങനെ ചതച്ചെടുക്കണമെന്നല്ല കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ചതച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ലല്ലോ, മൊത്തം അങ്ങോട്ട് അരഞ്ഞു പോകും. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് ചതച്ചങ്ങോട്ട് ഇടുമ്പോൾ അതിൻ്റെതായ രുചി എന്ന്
പ്രത്യേക രുചിയാണ് കേട്ടോ. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, അത് മതി. മുളക് പൊടി ഇടുന്നല്ലേ, അപ്പോൾ പിന്നെ നല്ല എരിവ് നിൽക്കും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ല. എങ്കിലും ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇവിടെ ആർക്കും വലിയ എരിവിനോട് വലിയ ഇത് ഇഷ്ടമില്ല കേട്ടോ. കുറച്ച് എരിവ്, നമ്മുടെ ഒരു മിനിമം എരിവില്ലേ അത് മതി. അല്ലാണ്ട് കൂടുതലായി കഴിഞ്ഞാൽ ഉയ്യോ എരിക്കുന്നേന്നും പറഞ്ഞ് നടക്കും, പിന്നെ നമുക്കത് കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവേ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചതച്ചൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ചട്ടി ചൂടായി എന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ചതച്ച് വരുന്ന 1 സെക്കൻഡ്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ, കടുക്, പിന്നെ നമ്മളുണ്ടല്ലോ ഒരു ശകലം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. മീൻകറിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതിയാകും. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, ഇന്ന് നമ്മുടെ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് ഉണക്കമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ഉണക്കമുളകും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ ചതച്ചതും ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഒരുപാട് വാടി കരിച്ചൊന്നും ആരും കളയണ്ട. അപ്പം നമുക്കത് വാടി വരട്ടെ. ഇത് ഇങ്ങനെ മീൻകറി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മുടെ ഷാപ്പിലൊക്കെ മീൻകറി വെക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചതച്ചിട്ടിട്ട് മീൻകറി വെക്കുന്നതിന് കേട്ടോ. ചിലവർ ഈ കൊത്തിയരിഞ്ഞൊക്കെ വെക്കത്തില്ലേ, കൊത്തിയരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകൊക്കെ കൊത്തിയിടുന്നതിന് നല്ലത് ഇങ്ങനെ ചതച്ചിട്ട് വെക്കുന്നതാണ്. അപ്പം അതിനൊരു പ്രത്യേക മണവും രുചിയും ഒക്കെയാണ്. അപ്പം പക്ഷെ അത് വലിയ അയിലേക്ക് ഇങ്ങനെ വെച്ചാലേ രസമുള്ളൂ കേട്ടോ. അതുപോലെ വലിയ മീനൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് അത്രയൊക്കെ വാടി വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 മതി, 2 ഈ സ്പൂണാണ്, കുഞ്ഞ് സ്പൂണാണ്. ഇതങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് മീൻ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മീൻ എത്രയാണ് എടുക്കുന്നത് അതിന് അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ എടുത്തെടുത്ത് നമുക്ക് ഇത് അറിയാമല്ലോ, നമുക്കിതിൻ്റെ അളവ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് അളവുകൾ പറയാതെ കേട്ടോ. മീനിൻ്റെ അളവനുസരിച്ച്. ഇതിപ്പം ഒരയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള അയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വരട്ടെ. ഇപ്പം തുമ്മുവേ. അപ്പം പൊടിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുടംപുളി, ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുക്കും. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
നല്ല വെയിൽ കേട്ടോ. ഇന്നലെ പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ട് തിളക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. നമുക്ക് പാവയ്ക്കൊരു മെഴുക്കുവരട്ടി വെക്കാം, ചീനച്ചട്ടി വെക്കാം. ഒരു പാവയ്ക്ക് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പച്ചമുളകും അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ വേണ്ടവർക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയിൽ തേങ്ങാക്കൊത്ത് ഇടാം. ഇപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി ഞാൻ തേങ്ങ പൊട്ടിക്കണം തേങ്ങാക്കൊത്ത് ഇടണമെങ്കിൽ. അപ്പം മടിച്ചായതിൻ്റെ പേരിൽ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല, അത്രേ ഉള്ളൂ കാര്യം. നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ വറക്കാൻ ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് വരാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇന്നലെ വറുത്തത് ഇന്നു. നമ്മുടെ ചോറ് തിളച്ചോന്ന് നോക്കത്തില്ല. തിളക്കട്ടെ. ഇനി എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്നും ഈ കറിയൊക്കെ വെക്കുന്നല്ലേ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി. എന്നും കറി വെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇനി കറി വെച്ച് കഴിഞ്ഞാൽ നാളെ കറി വെക്കണ്ടല്ലോ. മീൻ അയലക്കറിയും പിന്നെന്തുവാ. നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ നല്ല കുറുകിയൊക്കെ വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തിട്ടില്ല വേഗട്ടെ. അപ്പോളേ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് റെഡിയായിട്ട് വരണം. ശരിക്കും ഒന്ന് മൂക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി ആയിക്കോട്ടെ. അപ്പം നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് അതിൻ്റെ മീതയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഇളക്കാതെ നമുക്ക് അങ്ങ് അടച്ചു വെക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കറിവേപ്പിലയാണ്, നല്ല മണമൊക്കെ വരും. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഇനി ഒഴിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുക് വറുത്തപ്പം വെളിച്ചെണ്ണ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് ഇനി അടച്ച് നമുക്ക് മണം പോകാതെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഞാൻ മീൻ വറക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചവരത്തെ പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി കേട്ടോ. നെറ്റിയിലെ നരച്ച മുടിക്ക് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ എല്ലാവർക്കും പ്രശ്നമാണ് അല്ലേ, നെറ്റി ഇതാ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും. എൻ്റെ നെറ്റിയിലും ഉണ്ട് കേട്ടോ നരച്ച മുടിയൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ കാണാം. അപ്പം നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഉയ്യോ ഇനിയിപ്പം ആരും അതിനകത്തിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് നമുക്ക് പരിഹാരമുണ്ട്. പെട്ടെന്ന് തന്നെ ഒറ്റ സെക്കൻഡിൽ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ പോകാൻ റെഡിയായി. അപ്പോഴായിരിക്കും ചിലപ്പം ഈ നെറ്റിയിലെ മുടി കാണുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്നു, സാരിയൊക്കെ കൊടുത്ത് നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ പൊന്നോ ഇതിനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു കാര്യം പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡിനുള്ളിൽ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം. ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് കളർ റെസൻസ് ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. കളർ റെസൻസ് ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 രൂപ മാത്രമാണ്.
അപ്പം എന്താ ഇതെടുക്കുക, ഇങ്ങനെ പെരട്ടുക. ഇതുണ്ടല്ലോ ഒരു കാര്യം, നമുക്ക് ഇതിങ്ങനെ പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞിട്ടാണ് പെരട്ടേണ്ടത് കേട്ടോ. കുളിക്കുന്നതിന് മുന്നൊക്കെ പെരട്ടി കഴിഞ്ഞാൽ ഇത് പെരട്ടിയിട്ട് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തേച്ചാൽ മതി. തേച്ചിട്ട് ഇത് നമ്മുടെ കയ്യിലൊന്നും പിടിക്കത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് തേച്ചിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. നമ്മുടെ കയ്യിലൊന്നും ഇതൊരിക്കലും പിടിക്കില്ല. മനസ്സിലായോ? അപ്പം പെട്ടെന്ന് നമ്മളിങ്ങനെ തേച്ചിട്ട് ഓടിപ്പോകാം നമുക്ക് കേട്ടോ. കണ്ട ഇതിങ്ങനെ കറുത്ത് തന്നെ ഇരുന്നോളും. പിന്നെ ഇത് നമ്മൾ കുളിക്കുമ്പോൾ മാത്രമേ ഇത് പോകത്തുള്ളൂ. കണ്ടോ ഇത് നല്ല ഒറ്റ സെക്കൻഡ് മാത്രം മതി ഇത് കറുപ്പിച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ നിങ്ങൾ, ഒറ്റ സെക്കൻഡിനുള്ളിൽ നമ്മൾ നെറ്റിയിലെ നരച്ച മുടിയെല്ലാം മാറ്റി. എല്ലാവരും കണ്ടല്ലോ ഇത് കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഒരു സെക്കൻഡ് പോലും വേണ്ട ഇതിനല്ലേ. ഞാൻ പിന്നെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ റെഡി ആയതിന് ശേഷം മാത്രം ഇങ്ങനെ എടുത്തിട്ട് പെരട്ടിയിട്ട് നമുക്ക് കല്യാണമോ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് വാമിങ്ങോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാം. റിസപ്ഷനോ എന്തിനാണെങ്കിലും നമുക്ക് പോകാം. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ തൂത്താലൊന്നും നമ്മുടെ കയ്യിലത് വരികയില്ല. ഒട്ടും തന്നെ വരികയില്ല. നോക്കിക്കേ, കയ്യിലൊന്നും ഒട്ടും പറ്റത്തില്ല. ഒട്ടും പറ്റത്തില്ല നമ്മുടെ കയ്യിൽ. അപ്പം അതുപോലെ നല്ലൊരു സാധനമാണിത്. അപ്പം ഡൈ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് എടുത്തിട്ട് തേച്ചിട്ട് നമുക്ക് എവിടോട്ടെങ്കിലും പോകാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.